പത്തനംതിട്ടയിലേക്ക് പോകാം. കോട്ടയം പോലെ തന്നെ പത്തനംതിട്ട ജില്ലയുമാണ് ഈ കഴിഞ്ഞ രാത്രിയിലത്തെ മഴ കൊണ്ട് ഏറ്റവും കെടുതി അനുഭവിക്കേണ്ടി വന്നത്. അവിടെ നിന്ന് പമ്പയാറിലും കക്കട്ടാറിലും ഒക്കെ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുന്നു എന്നതാണ്. ഇന്നലെ രാത്രി കാര്യമായി വെള്ളമില്ലാതിരുന്ന പമ്പയാറ് രാവിലെ ആകുമ്പോഴേക്കും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സാഹചര്യമായി. ആറന്മുള സത്രക്കടവിൽ വെള്ളം കയറിയിരിക്കുന്നു. സത്രക്കടവിൽ കുടുങ്ങിയ ആളുകളെയൊക്കെ മാറ്റിയിട്ടുണ്ട്. സമീപത്തെ കച്ചേരിപ്പടിയിൽ നിന്ന് രഘുനാഥ് നാരായണൻ, ഒപ്പം തന്നെ നിതിൻ തോമസ് എന്നുണ്ട്. ആദ്യം രഘുവിലേക്ക്. രഘു, എന്താണിപ്പോൾ സ്ഥിതി? നദികളെല്ലാം തന്നെ കരകവിഞ്ഞ് അല്ലെങ്കിൽ അപകടകരമായ അവസ്ഥയിൽ തന്നെ ജലനിരപ്പ് നിൽക്കുകയാണോ? മഴ അവിടെ ഇപ്പോഴുണ്ടോ? രാവിലെ ആലപ്പുഴയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞപ്പം നമ്മുടെ പത്തനംതിട്ട റിപ്പോർട്ടർ നിതിൻ പറഞ്ഞത് സത്രക്കടവിൽ വലിയ വെള്ളമാണ്, അവിടേക്ക് പോകാനാണ് പറഞ്ഞത്. പക്ഷേ രാവിലെ മുതൽ സത്രക്കടവിലേക്ക് പോകാനുള്ളൊരു ശ്രമം നടത്തുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 300-400 കിലോമീറ്ററിന് ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ സത്രക്കടവിലേക്ക് ഒരു കാരണവശാലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഞാൻ ഇപ്പോൾ ഉള്ളത് മുട്ടറ്റം വെള്ളത്തിലാണ്. നമ്മൾ അവിടെ നിന്ന് കടന്നു വന്ന ആളുകളോടൊക്കെ ചോദിക്കും, ഇവിടെ നിന്ന് ഈ വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നെഞ്ചൊപ്പം വെള്ളമുണ്ട്. ഒരു പ്രദേശം പൂർണ്ണമായി, കാരണം നമ്മൾ തന്നെ ഇവിടെ എത്തിയത് ഒരു 1.5-2-3 കിലോമീറ്ററോളം നടന്നാണ് ഇവിടെ എത്തിയത്. ഇവിടെയുള്ള മനുഷ്യർക്കും തിരിച്ച് പുറം ലോകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത്രയും ദൂരം നടക്കണം. ഇടയ്ക്കൊന്നും വെള്ളമില്ല, പക്ഷേ പലയിടങ്ങളിലും നമ്മൾ കഴിഞ്ഞ ലൈവിൽ കാണിച്ച കോഴിപ്പാലം അടക്കമുള്ള സ്ഥലങ്ങൾ കടന്നു വേണം ആളുകൾക്ക് കരയിലേക്ക് പോകാൻ. നിലവിൽ എന്തായാലും അങ്ങനെ ഒരു അവസ്ഥയില്ല. ആളുകളൊക്കെ ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ഈ 2018 പ്രളയത്തിൽ മാത്രമേ ഇവിടെ ഇത്രയ്ക്ക് വെള്ളം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതിനുശേഷം ഈ 8 വർഷത്തോളം കാലം ഇങ്ങനെ ഒരു വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടായിട്ടില്ല. 2018 പോലും നമ്മളിപ്പോൾ ഈ കര കാണാവുന്ന ഭാഗത്ത് അത്രയും മാത്രമേ വെള്ളം ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് സമാനമായ രീതിയിൽ ഇപ്പോഴും വെള്ളം വന്നിരിക്കുന്നു. അതിൻ്റെ ഒരു ഭീതി ജനങ്ങൾക്കുണ്ട്. പലരും അവിടെ സത്രക്കടവിലൊക്കെ ഉണ്ടായിരുന്ന വീടുകളിലൊക്കെ ആളുകൾ മുകളിലത്തെ നിലയിലേക്ക് താമസം മാറിയിട്ടുണ്ട്. കാരണം അവർക്ക് 2018 പ്രളയത്തിന് ശേഷം അവർക്കതൊരു ബോധ്യവും ഭീതിയുമാണ്. കാരണം 2018 ഉറങ്ങുന്ന സമയത്താണ് തലയ്ക്ക് മുകളിലൂടെ വെള്ളം കയറി വന്നത്. സാധാരണ നിലയിൽ ഇപ്പോൾ വീടിൻ്റെ നിർമ്മാണവുമൊക്കെ അതനുസരിച്ച്, അതായത് ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായാൽ പ്രതിരോധിക്കുന്ന തരത്തിലേക്ക് വീടിൻ്റെ നിർമ്മാണം സാധാരണ നിലയിൽ കുട്ടനാട്ടുകാരായിരുന്നു ഇത്തരത്തിൽ പില്ലറിൽ. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഒരു 10 സെക്കൻഡിൻ്റെ ഡിലേ ഉണ്ട്. അതായത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഒരു വീടിൻ്റെ പുതിയ നിർമ്മാണം നടക്കുകയാണ്. സാധാരണ നിലയിൽ കുട്ടനാട്ടിൽ മാത്രം കാണുന്ന ഒരു നിർമ്മാണ രീതിയായിരുന്നു. വലിയ പില്ലർ അടിച്ച് മുകളിലത്തെ നിലയിലേക്ക്, അതായത് താഴെ പില്ലർ അടിക്കുന്നു, അതിന് മുകളിൽ ഒരു നില വീട് പണിയുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ കുട്ടനാട്ടുകാർ ഇത്തരത്തിൽ വീട് പണിതുകൊണ്ടിരുന്നത് പ്രളയം വന്നാൽ, വലിയ വെള്ളപ്പൊക്കം വന്നാൽ വീട്ടിനകത്തേക്ക് വെള്ളം കയറുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഞാനുള്ളത് ആറന്മുളയിലാണ്, ആറന്മുള പഞ്ചായത്തിലാണ്. അവിടെയും കാരണം 2018 പ്രളയം എത്രത്തോളം മനുഷ്യന് ഭീതി ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇതേപോലത്തെ ധാരാളം നിർമ്മാണങ്ങൾ, ഈ വീടിൻ്റെ നിർമ്മാണങ്ങൾ, ഇതേപോലത്തെ വീടിൻ്റെ നിർമ്മാണങ്ങൾ ഇവിടെ നടക്കുന്നുമുണ്ട്. എന്തായാലും വലിയ ഒരു ആറന്മുളയിൽ 2018 പ്രളയത്തിന് സമാനമായ രീതിയിലുള്ള വെള്ളപ്പൊക്കമുണ്ട്. പമ്പയാറ്റിലൊക്കെ വലിയ കുത്തൊഴുക്കാണ്. ചേട്ടാ, ആറ്റിൽ എങ്ങനെയുണ്ട് വെള്ളം? വെള്ളം നല്ല വരവാണ്. നമ്മുടെ 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം ഇപ്പോഴാണ് നല്ല വെള്ളപ്പൊക്കം. ചെറുപ്പത്തിലൊക്കെ നല്ല വെള്ളം വന്ന് കണ്ടിട്ടുണ്ട്. അതിനുശേഷം 2018 വെള്ളപ്പൊക്കമാണ്. ഈ അപ്പുറത്തെ ഭാഗത്തൊക്കെയുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുമല്ലോ. താഴ്ന്ന പ്രദേശം നമുക്ക് രാവിലെ ഇത്രയും വെള്ളമില്ലായിരുന്നു. രാവിലെ നമുക്ക് ജവാൻ സ്മാരകത്തിൻ്റെ അവിടെ വരെയൊക്കെ വെള്ളം ഉള്ളായിരുന്നു. പിന്നെ ഒരു 10 മണിക്ക് ശേഷമാണ് ഇത്രയും അങ്ങോട്ട് കയറിയത്. ഇപ്പം നല്ല വരവാണ് വെള്ളം. ഇവിടെ വെള്ളമില്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തോട്ടൊന്നും പോകാൻ പറ്റാത്ത ഒരു രക്ഷയില്ല. നമുക്ക് ഇപ്പോൾ ചുറ്റിനും വെള്ളമാണ്. ഒരു ഐലൻഡ് പോലെ തന്നെ മാറിക്കിടക്കുകയാണ്. ഇപ്പം 4 ഭാഗത്തും വെള്ളമാണ്. ഒരു സൈഡ് ആറ്, മറ്റേ സൈഡ് മറു സൈഡ് നോക്കുവാണെങ്കിൽ പാടശേഖരം. ആ പാടശേഖരം മുഴുവൻ ഇപ്പം വെള്ളം നികന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ നിലച്ച് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇപ്പം പാടശേഖരം കൂടെ ഒന്ന് നികന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വെള്ളം കയറി വരും. ഇനിയിപ്പോൾ റാന്നിയിലെ വെള്ളം ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല ഇവിടെ വരെ. അതായത് അതും കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? 18 പോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. 2018 നിങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളം കയറിയിരുന്നു? തീർച്ചയായിട്ടും 18 വെള്ളം കയറി. നമുക്ക് 6 അടിയോളം വെള്ളം ഉണ്ടായിരുന്നു വെള്ളത്തിന് വീടിനകത്ത്. പിന്നെ ഇപ്പം നിലവിൽ വീടിന്റെ തൊട്ട് പുറകെ ഇങ്ങനെ വെള്ളം നിൽക്കുകയാണ്. വെള്ളം ചുറ്റപ്പെട്ട് നിൽക്കുകയാണ്. പുറത്ത് പോകാൻ പറ്റും. രാവിലെ പോയില്ല, കാരണം നമുക്കൊരു 2.5 മണിക്കൂറും കൊണ്ടാണ് വെള്ളം കയറി തുടങ്ങിയത്. ഒരു 5 മണി തൊട്ടാണ് വെള്ളം റോഡിലോട്ട് കയറാൻ തുടങ്ങിയത്. അതുവരെ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. ഈ കിടക്കുന്ന കാറ് രാവിലെ വന്ന് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നതാണ്. വെള്ളത്തിൽ കൂടെ വന്നതാണ്. പാലക്കാട് നിന്ന് വന്ന വണ്ടിയാണ്. വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇവിടെ കിടക്കുക. അങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാരാണ്. ഇപ്പോൾ വള്ളസദ്യക്ക് തന്നെ കണ്ണൂരിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട്, വള്ളസദ്യ ഇല്ലായിരുന്നു എങ്കിൽ പോലും അവരിവിടെ വന്നിട്ട് വെള്ളത്തിൽ കൂടെ നടന്ന് അവിടെ നിൽക്കുകയാണ്. അവർ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. റൂം ബുക്ക് ചെയ്തിട്ട് അവിടെ ആ റൂമിലോട്ട് കയറി നിൽക്കുകയാണ് അവിടെ. ഇനിയിപ്പോൾ അവർ ഈ വെള്ളം മൊത്തം താന്ന് കഴിഞ്ഞ് ബസ് സർവീസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പോകാൻ പറ്റും. ഒരു രക്ഷയില്ല. നമുക്ക് ഇനിയിപ്പോൾ ഈ ബോട്ട് ഇവിടെ നിന്ന്
എങ്ങനെയെങ്കിലും നമുക്ക് പത്തനംതിട്ട സൈഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിൽ കൂടെ പോകാനുള്ള മാർഗ്ഗമേ ഉള്ളൂ. അല്ല, ആറന്മുളയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് പോകരുതോ? അതും പറ്റില്ല. ഇല്ല, തെക്കേമല ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വണ്ടി അമ്പലത്തിൽ തൊഴാൻ വന്നവരൊക്കെ ഏകദേശം എല്ലാം പെട്ട് കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം മൊത്തം വലിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഈ ആറന്മുള പള്ളിയോടങ്ങളുടെ ഒരു വള്ളസദ്യ നടക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇത്തരത്തിൽ ദൂരെ നിന്നൊക്കെയുള്ള ആളുകൾ ഇവിടെ വള്ളസദ്യക്ക് വേണ്ടി വരാറുണ്ട്. പലപ്പോഴും ഇന്നലെയൊക്കെ വന്ന ആളുകൾ നമ്മുടെ നാട്ടുകാർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അവിടെ പെട്ടുകിടക്കുകയാണ്. ഞാൻ ആ പമ്പയാറിൻ്റെ ഒരു ഒഴുക്ക് കാണിക്കാൻ വേണ്ടിയാണ്. ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് എത്രത്തോളം അതിൻ്റെ അടുത്തേക്ക്, പമ്പയാറിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ എന്നറിയില്ല. കാരണം അങ്ങ് ദൂരെ ഇവിടുന്ന് ഒരു 10-30 ഒരു 50 മീറ്ററിനപ്പുറം പമ്പയാറാണ്. ഇവിടെ നിന്ന് നമുക്ക് ക്യാമറയിൽ എത്രത്തോളം ആ പമ്പയാറിൻ്റെ കുത്തൊഴുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാണിച്ചു തരാൻ പറ്റുമോ എന്നറിയില്ല. ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ 2018 പ്രളയം റിപ്പോർട്ട് ചെയ്യാൻ വന്ന രീതിയിലുള്ള കുത്തൊഴുക്ക്, അതിൻ്റെ ആ ഒരു ഒഴുക്കിൻ്റെ ഒരു പ്രത്യേകത, വെള്ളം കലങ്ങി മറിഞ്ഞാണ് വരുന്നത്. ഇത് മാത്രവുമല്ല, ഈ ഇത്തരത്തിൽ ഒഴുക്ക് വരുമ്പം ആ മുളയും തടിയും ഈ ഉണ്ടായിരുന്ന വേസ്റ്റുകളുമൊക്കെ ആ വെള്ളത്തിനോടൊപ്പം വരുന്നൊരു അവസ്ഥയുണ്ട്. ആ രീതിക്ക് സമാനമായ രീതിയിലുള്ള ഒഴുക്കാണ് പമ്പയാറ്റിലുള്ളത്. ഈ പമ്പയാറിന് സമാന്തരമായി മറുവശത്ത് ഒരു തോടുമുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രദേശത്തൊക്കെ പല രീതിയിൽ പലയിടങ്ങളിലൂടെ മനുഷ്യർ രാവിലെ സഞ്ചരിച്ചിരുന്ന വഴിയിലൂടെയൊക്കെ വെള്ളം ഇരച്ചു കയറി എത്തുന്നത്. ശരി, കൃത്യമായ ആറന്മുളയിലെ സാഹചര്യമാണ് ഇപ്പോൾ രഘു പങ്കുവച്ചത്. മീറ്ററുകൾക്കകലെ പുഴയാണ്. പുഴ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നു. അവിടുന്ന് വെള്ളം തീരങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചുള്ള ആറന്മുള വള്ളസദ്യക്കൊക്കെയായി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് ഇന്ന് അവിടെ പെട്ടുപോയിരിക്കുന്നത്.